ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം എന്താ പരിപാടി? നമ്മളെ സമൂസ ഉണ്ടാക്കലാണ്. അപ്പം നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ട് കണ്ടില്ലേ, ഇതൊക്കെയാണ് അപ്പം നമ്മൾ മുറിക്കേണ്ടത് കേട്ടോ. ഒക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പോഴൊക്കെ മുറിച്ച് റെഡി ആക്കണം. അപ്പോൾ അതിന് ഉള്ളി ചൂടാക്കുക കേട്ടോ. ഉള്ളി നല്ലോണം ചൂടാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ജീരകം പൊടിക്കുക. ജീരകം ഇങ്ങനെ ചതക്കുക കേട്ടോ. ജീരകം കുരുമുളകും ഉണ്ട് കേട്ടോ. അതിൽ ജീരകം കുരുമുളകും പാടെ കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് ചതക്കുക, നല്ലോണം ചതക്കുക. നമ്മളെല്ലാം ചതച്ചെടുക്കുക കേട്ടോ. എല്ലാം ചതച്ചെടുത്ത് കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് ഇടുകയാണത്. നമ്മളതിലേക്ക് ഇടണ അപ്പം നിങ്ങൾ കണ്ട കേട്ടോ. ഇനി നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല ഇളക്കിയെടുത്തിട്ട് ഇപ്പോൾ ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ ആവും. എന്നിട്ട് പിന്നെ ആ ഇതൊളൊക്കെ പാടന്നെ ഇടുക. നമ്മൾ മുറിച്ച ഇതൊളൊക്കെ പാടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉരുളൻകിഴങ്ങും ചിക്കനും പാടെ അതാട്ടോ ഇത്. പിന്നെ നമ്മളത് ചിക്കൻ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ പിന്നെ ഉരുളൻകിഴങ്ങ് ചതച്ചെടുക്കുക കേട്ടോ. നല്ലോണം ചതക്കുക. എന്നിട്ട് നല്ലോണം ചതച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അതിക്ക് ഇടുക. ഒക്കെപ്പാടെ സമൂസ ഉണ്ടാക്കണേ അതിക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കുക കേട്ടോ. നല്ലോണം മിക്സ് ആവുക. അപ്പോൾ ഐസ് നമ്മൾ ചിക്കൻ ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇടുക കേട്ടോ. ഉരുളൻകിഴങ്ങ് അല്ല ചതച്ച ഉരുളൻകിഴങ്ങ് പറഞ്ഞില്ലേ, അപ്പോൾ അല്ല ചതച്ച ഉരുളൻകിഴങ്ങ് നമ്മൾ അതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ഇട്ടിട്ട് നമ്മൾ അല്ല ഇളക്കണം. അപ്പോൾ നമ്മൾ ഇളക്കണ വീഡിയോയിൽ കാട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ പാടെ ഇടുക കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ പാടെ ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മളിത് പിന്നെ സമൂസോല കേട്ടോ. സമൂസോല ഇപ്പം നമ്മൾ കാട്ടും കേട്ടോ. നമ്മൾ സമൂസോല മടക്കിയിട്ട് നമ്മളതിക്ക് ഇതിടുക കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് മൈദപ്പൊടി കൊണ്ടാട്ടോ നമ്മൾ ഒട്ടിക്കണത്. മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് നമ്മളത് ചുറ്റിയിട്ട് ഒട്ടിക്കാട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങളൊന്ന് നേരങ്ങത്ത് കണ്ടു നോക്കിയത്. അപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പം നമ്മൾ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മൈദപ്പൊടി കൊണ്ട് ചുറ്റിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒട്ടിക്കണത് കേട്ടോ. നിങ്ങൾ ഒന്ന് കണ്ടോക്കിയും ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഒട്ടിക്കണത് ഉണ്ടോ. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഒട്ടിക്കണത് കേട്ടോ. ഇത് നമ്മൾ വെറുതെ ചുറ്റിയൊക്കെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ വെറുതെ ചുറ്റിയൊക്കെ റെഡിയാക്കി അപ്പോൾ ഉമ്മ കൊടുത്താൽ. അപ്പോൾ ഇനി നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ റെഡി ആയിക്കണോ കണ്ടോ. അപ്പോൾ നമ്മൾ ബാക്കി മസാല വന്നതാണ്. അപ്പോൾ നമ്മൾ നാളെ വെക്കാൻ വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് കൊണ്ടുവെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവെക്കുകയാണ്. ഫ്രീസറിലാട്ടോ വെക്കണത്. നമ്മളത് ഫ്രീസറിൽ കൊണ്ടുവെക്കുക. നമ്മൾ സമൂസ ഒക്കെ റെഡി ആയിക്കോട്ടോ കേട്ടോ. കണ്ടോ, നമ്മൾ സമൂസ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫ്രിഡ്ജ് കൊണ്ടുവെക്കുന്നത്. നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ല കേട്ടോ. എൻ്റെ അമ്മ തന്നെ ഒറ്റക്കായിട്ട് എടുക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ. നിങ്ങൾ എന്തെല്ലാം കണ്ട് ക്ഷമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കണ്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത എണ്ണ എല്ലാം ചൂടായിട്ട് നമ്മളതിക്ക് സമൂസ ഇടലാണ്. അപ്പോൾ സമൂസ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളി. നമ്മൾ ഇവിടെ കുടിയിൽ 5 ആൾക്കാരുള്ളത്, 6 ആൾക്കാർ. അപ്പോൾ നമ്മളിവിടെ സമൂസ അതിനനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ അതാട്ടോ അങ്ങനെ. അപ്പോൾ നമ്മൾ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ എടുക്കുകയാണ്. നല്ല ചൂടെണ്ണയിലാണ് വറുത്തിക്കണം കേട്ടോ. അപ്പോൾ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എണ്ണയും സമൂസ എടുത്തിട്ട് നമ്മൾ വേറെ പാത്രത്തൊക്കെ ഇടുക കേട്ടോ. അപ്പം നമ്മൾ അടുത്ത സമൂസ ഇടുക കേട്ടോ എടുത്തിട്ട്. അപ്പം നമ്മൾ അടുത്ത സമൂസ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒക്കെ പാടായിട്ട് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ അത് എല്ലാ സമൂസയായിട്ട് നമ്മൾ ചോറ് മന്തിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറ് വെറുതെ ഒന്ന് കാട്ടിയതാണ്. നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാനുള്ളത് വെള്ളം നാരങ്ങ വെള്ളമൊക്കെ കേട്ടോ. നമ്മൾ സമൂസ ഒക്കെ റെഡി ആയിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ നോമ്പ് തുറക്കാൻ.